ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൻ്റെ സമയമാണ്. യു ഡി എഫിന് പ്രത്യേകിച്ച് അവലോകനമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർ വലിയ രീതിയിലുള്ള ജയം നേടി. ഇപ്പം എൽ ഡി എഫിൽ അവലോകനം നടക്കുന്നു. ഇപ്പോൾ സി പി ഐയുടെ അവലോകന റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് തോൽവി വരുന്ന റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. അതായത് കീഴ്ഘടകങ്ങൾ എല്ലാം ചേർന്ന് അവർ കണ്ടെത്തിയ, അവർ ചർച്ച ചെയ്ത് എടുത്ത വിഷയങ്ങൾ ക്രോഡീകരിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുമല്ലോ, ഉപരിഘടകത്തിലേക്ക് അയച്ചു കൊടുത്തു. ആ ഉപരിഘടകം ഇത് ചർച്ച ചെയ്തു. അപ്പോൾ സംസ്ഥാന കൗൺസിൽ യോഗം 16-17 തീയതികൾ കൂടി ആ യോഗം ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്തതിന് ശേഷം അവർ 4 കാര്യങ്ങളിൽ തീരുമാനം കടുപ്പിച്ചു. അതായത് ഈ റിപ്പോർട്ടിൽ നിർദ്ദേശം കടുപ്പിച്ചു. നേരത്തെ വന്ന അഴകുഴമ്പൻ റിപ്പോർട്ടായിരുന്നു, അതിനെ അവർ ബലപ്പെടുത്തി. സംസ്ഥാന കൗൺസിൽ എന്നിട്ട് ബലപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് ചെയ്യാൻ അവർ പോവാണ്. അപ്പം അത് തിരുത്തൽ നിർദ്ദേശിച്ച് മാറ്റം വരുത്തി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം സി പി എമ്മിൽ നല്ല ശക്തമായ റിപ്പോർട്ടുകൾ എല്ലാ സ്ഥലത്തു നിന്നും വന്നു ഈ തോൽവി സംബന്ധിച്ച്. താഴെത്തട്ട് തൊട്ട് ചീത്ത വിളിയായിരുന്നു ശരിക്കും പിണറായി ഈ എം പി ഗോവിന്ദനില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അവർ ഉദ്ദേശിച്ചത് പിണറായി വിജയനും എം വി ഗോവിന്ദനും ആണ് ഇതിൻ്റെ തോൽവിക്ക് കാരണക്കാർ എന്നുള്ളത് ശക്തമായി തന്നെ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ മേളി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് മയപ്പെടുത്തി പാർട്ടിയാണെന്നാക്കി അവരുടെ പേരും ഇതെല്ലാം ഒഴിവാക്കി, അങ്ങനെ മാറ്റി വെച്ചു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ കീഴ്ഘടകങ്ങളിൽ നിന്നൊരു മയത്തിൽ വന്ന വിമർശനം അത് അവർ കടുപ്പിച്ച് വിട്ടു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട എത്രയോ സീറ്റുകളിൽ സി പി ഐ ജയിക്കാൻ സാധ്യത, നാദാവിലൊക്കെ പോലുള്ള സീറ്റുകളെല്ലാം തോറ്റില്ലേ അവർ? അതെ, എത്രയോ സീറ്റുകൾ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഈ 4 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഭരണവിരുദ്ധ വികാരം, പരമ്പരാഗത മേഖല കൈവിട്ടു, പ്രചാരണം പിഴച്ചു, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം. 4 എണ്ണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ്. ആണല്ലോ, ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അടിത്തറ തകർത്തത് ആ സർക്കാരിൻ്റെ ഓരോ പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ലെന്നുമായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. സംസ്ഥാന കൗൺസിലിൽ വന്ന റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. എന്നാൽ സർക്കാരിനെതിരെയുള്ള വികാരമാണ് യു ഡി എഫിന് വോട്ടായി മാറിയതെന്നും ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം എന്ന് സംസ്ഥാന കൗൺസിൽ നിർദ്ദേശിച്ചു. ആദ്യം പറഞ്ഞെന്താ? ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, അത് ആലോചിച്ച് നോക്ക്. മറ്റേ സി പി എമ്മിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഉള്ള റിപ്പോർട്ടിനെ മാറ്റി എഴുതിച്ചത് ഇല്ല, നേതാവിന് ബന്ധമല്ല. ഇത് നേരെ തിരിച്ചായി. ഇത് പാർട്ടിക്കാണ് കുഴപ്പമെന്നുള്ള രീതിയിൽ മാറ്റി എഴുതേണ്ടി വന്നു. പാർട്ടിക്ക് അതിനാണ് കുഴപ്പമുള്ളത്. അതുപോലെ അതിനകത്ത് കൃത്യമായ കാര്യം, ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് യു ഡി എഫിന് വോട്ടായി മാറി, അതാണ് തോൽവിക്ക് ആണല്ലോ. കാരണം യു ഡി എഫ് കളക്കി ഇറങ്ങിയിട്ടൊന്നും അല്ല ഇത്. ഇവരെ കയ്യിരിപ്പുണ്ട്, അവർക്ക് ഭരണം കിട്ടിയത്. ഞാൻ പറഞ്ഞത്, നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള സീറ്റുകളൊക്കെ ചുമ്മാ ഒരാളെ കൊണ്ട് നിന്നു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പരമ്പരാഗത മേഖലയെ കൈവിട്ടു. പരമ്പരാഗത മേഖലയിൽ ഇവർക്ക് വോട്ടുണ്ടായിരുന്ന ആ വോട്ടുകൾ മുഴുവൻ പോയി പരമ്പരാഗത തൊഴിൽ മേഖല, ക്ഷേമനിധി തൊഴിലാളി, ഇവരുടെ എല്ലാം പെൻഷൻ കാശ് എടുത്ത് പുട്ടടിച്ചില്ലേ? അതെ, പിണറായി വിജയൻ അതെടുത്ത് പുട്ടടിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ തൽക്കാലം ഇവരെ അങ്ങ് കൈവിട്ടു. പരമ്പരാഗത മേഖലകളിൽ നേതാക്കന്മാർ താല്പര്യമില്ലേ ഇപ്പോഴും? അതെ, ട്രേഡ് യൂണിയൻ നടത്തി അവിടെ നിന്ന് പൈസ പിരിച്ചെടുക്കാന്നുള്ള അല്ലാതെ ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. പാവം മനുഷ്യർ. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് എന്തായിരുന്നറിയോ? പരമ്പരാഗത തൊഴിൽ മേഖലയിലും ക്ഷേമ തൊഴിലാളികളുടെ കാര്യത്തിലും ചില പോരായ്മകൾ ഉണ്ടായി. ഇവരുടെ ഒരു പരിപാടി, ഇവരുടെ ഒരു രീതി അറിയുന്നത്. അക്കാര്യത്തിൽ നോട്ടപ്പശക് സംഭവിച്ചു. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു വീഴ്ച ഉണ്ടായി. വല്ലവനും പണം കാട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആ സഖാവിന് പിഴവ് പറ്റി വീഴ്ച സംഭവിച്ചെന്ന് പറയത്തില്ല. അദ്ദേഹത്തിന് ആ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുണ്ടായ ഒരു പിഴവ്, നോട്ടപ്പിശക്. അതെ, അതാണ് കറക്റ്റ് വാക്ക്, നോട്ടപ്പിശക്. നോട്ടാണ് കൊണ്ടുപോയെന്നുള്ള കാര്യം ഓർക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം? ഇങ്ങനെ ഒഴുക്കം മട്ടിൽ ഇവരും പറഞ്ഞു വിട്ടു ഈ ചില പോരായ്മകൾ സംഭവിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? സർക്കാർ പരമ്പരാഗത മേഖലയെ അവഗണിച്ചെന്നും അവരെ പരിഗണിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് ചേർക്കാൻ പറഞ്ഞു. ഈ പോരായ്മ മാറ്റിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വ്യക്തമായ വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് മാറ്റാനാണ് അവർ പറഞ്ഞിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയോ? പിണറായി വിജയൻ്റെ തലയും നമ്മളല്ലാതെ മറ്റാര് എന്നുള്ളതും മാത്രം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച ഉണ്ടായെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാന കൗൺസിലിൽ വന്നപ്പോൾ ഇത് കൃത്യമായി പറയണം, ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തുകൊണ്ട് വീഴ്ച അങ്ങനെയാണല്ലോ. അതാണ് അത് സ്പെസിഫൈ ചെയ്തു. സ്പെസിഫൈ ചെയ്തപ്പോൾ വന്നത്
LDF അല്ലാതെ മറ്റാര് എന്ന പ്രചാരണ വാക്യം തന്നെ തെറ്റായിരുന്നു എന്നെഴുതാൻ പറഞ്ഞു. അതുപോലെ CPM അല്ലാതെ മറ്റാര് എന്നതാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ഇടതുമുന്നണിയിൽ CPM മാത്രമാണ് മത്സരിക്കുന്ന രീതിയിലായി. പിണറായി വിജയൻ്റെ ഒറ്റ ചിത്രം പതിച്ച് നടത്തിയ പ്രചാരണ ബോർഡും പരാജയത്തിൻ്റെ കാരണമായി. ഇത് രണ്ടും തെറ്റായി പോയി എന്ന് നല്ല വടിവത്ത ഭാഷയിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ആലോചിച്ച് നോക്ക്, ഇയാളെ കൈതൊട്ടാൽ തന്നെ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ വ്യക്തി തൊലഞ്ഞു പോകും. അങ്ങനെ ഒരാളുടെ പടമാണ് ഇത്രയും വലിയ ഫ്ലക്സ് ഉണ്ടാക്കി വെച്ചത്. ഞാനല്ലാതെ വേറെ ആരുണ്ടെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കൂലേ എന്താണെന്നുള്ളത്. LDF എന്ന അല്ലാതെ മറ്റാര എന്ന പ്രചാരണ വാക്യം തന്നെ തെറ്റായിരുന്നു. പിന്നെ CPM അല്ലാതെ മറ്റാരെന്നാണ് ജനങ്ങൾക്ക് തോന്നിയത്. അതുപോലെ പിണറായി വിജയൻ മാത്രമേ ഈ പാർട്ടിയിലുള്ളൂ, അല്ലെ ഈ മുന്നണിയിലുള്ളൂ എന്ന രീതിയിലായിരുന്നു ഇയാളുടെ പടം മാത്രം. എവിടെ പോയാലും ഒരു മുന്നണി മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? അല്ല, അത് വേറെ തരത്തിൽ നോക്കുമ്പോൾ സത്യമാണ്. കാരണം അവിടെ പിണറായി മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി അവരൊക്കെ ഈ CPI-കാരന്മാരെ പോലും LDF യോഗത്തിൽ വാറൊക്കെ അനുവാദം ഇല്ലായിരുന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ. അതുപോലെ വേറൊരെണ്ണം, സ്ഥാനാർത്ഥി നിർണയം. CPIയുടെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പിഴവ് പറ്റി. പക്ഷേ ഓരോ മണ്ഡലത്തിലെയും പരാജയം ചെറിയ വാചകത്തിൽ ഒതുക്കി. ജില്ലാ ഘടകങ്ങളെ പരിഗണനയിലെടുക്കാതെ ഏകപക്ഷീയ സമീപനം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായി എന്ന് കൂട്ടിച്ചേർക്കാൻ ഇവർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പേരെടുത്ത് പറയുന്നുണ്ട്: ചടയമംഗലം, ചാത്തന്നൂർ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, നാദാപുരം എന്നിവിടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ട്. ഇത് ശക്തമായിട്ട് എഴുതി ചേർത്തിട്ട് ആ റിപ്പോർട്ട് വേണം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ എന്നാണ് സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിച്ചത്. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ പാടെ അവഗണിക്കുന്നില്ല. മാറ്റി എഴുതാൻ പറഞ്ഞതെല്ലാം 4 പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ മധ്യസ്ഥാനങ്ങൾ നമ്മൾ തുടക്കക്കാരായി ജോലി വെക്കുമ്പോഴേ നമ്മുടെ സീനിയേഴ്സിന് നമ്മളെല്ലാം എഴുതിക്കൊണ്ട് ചെല്ലുമ്പോഴേ മാറ്റി എഴുതിക്കൊണ്ട് വാടാന്ന് പറയും. അതെ, മൊത്തം ഇതെങ്ങനെയല്ല, ഇതിന്റെ സ്റ്റോറിയുടെ ആംഗിൾ ഇങ്ങനെയല്ലോ, വേറെ മാറ്റി എഴുതിക്കൊണ്ട് വാന്ന് പറയും. അപ്പോൾ അതിന്റെ വേറൊരു പതിപ്പാണ്. എന്താണെങ്കിലും എന്താണോ CPM കാണിച്ചത് അതിന് നേരെ വിപരീതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ CPM കാണിച്ചത് താഴെ ഇതുപോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരം വന്നു. ഈ പറഞ്ഞത് LDF അല്ലാതെ മറ്റാര്, പിണറായി വിജയന്റെ തല വന്നു. ഇന്ന് ഇയാൾ കാണിച്ച ജനങ്ങളുടെ അടുത്ത് ഈ വികസന നേട്ടങ്ങൾ എത്തി. അയാളുടെ ഭാഷയിലെ പിഴവ്, പിന്നെ ശൈലിയിലെ പെരുമാറ്റത്തിലെ, പിന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പിലും എടുപ്പിലും ഒക്കെയുള്ള വ്യത്യാസം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, അന്നേരം അങ്ങനെ വന്നു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ മേളിലോട്ട് ചെന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? അത് വെട്ടിത്തിരുത്തി. അവിടെ വെട്ടിത്തിരുത്തി ഇത് മുഴുവൻ പാർട്ടിയുടെ കുഴപ്പമാക്കി മാറ്റി. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു ചെറിയൊരു തലോടലൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടുന്ന് മേളിലേക്ക് റിപ്പോർട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, കൃത്യമായി എഴുതിക്കോ, LDF അല്ല മറ്റാര് എന്ന പരസ്യവാചകം, പിണറായി വിജയൻ്റെ തല, ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം ഉണ്ട്. ഇത് മൊത്തം അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചോ. നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇന്ന മണ്ഡലങ്ങളിൽ കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുന്നത്, നമുക്ക് പരാജയത്തിന് കാരണമായി എന്ന് എഴുതിക്കൊണ്ട് ഇതും കൊണ്ട് താഴത്തെ ഘടകങ്ങളിൽ പോയി നിങ്ങൾ അണികളല്ല, അല്ലെങ്കിൽ താഴത്തെ ഘടകങ്ങളുള്ളവർ കൈവയ്ക്കൊണ്ടില്ല നേതാക്കന്മാർ. ഇതൊന്നും മനസ്സിലാക്കാതെ, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ താത്വിക ഭാഷയിൽ വീണ്ടും വിവരിക്കാൻ പോവുകയാണെങ്കിൽ അണികൾ ഓടിച്ചു വിടും. എന്നാൽ CPI അണികളില്ലാത്ത ആ കൂട്ടത്തിൽ ഈ മണ്ടത്തനം കൂടെ ചെന്ന് അവിടെ വിളമ്പിയാനുള്ള അവസ്ഥ എന്തായിരിക്കും? എന്താണെങ്കിലും CPI രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. എവിടുന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം എന്ന് തിലകൻ ചോദിക്കുന്നില്ലേ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവരും കൂടെ ഈ ബിനോയ് തന്നെ നിർത്തിയാണ്. അതെ, എൻ്റെ ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ബിനോയ് വിശ്വത്തിന് പെട്ടെന്ന് എവിടുന്നോ നട്ടല് മുളച്ചു. പെട്ടെന്ന് എവിടുന്നോ ബിനോയ് വിശ്വം വലിയ സംഭവമായിട്ട് മാറി. ഇത്രയും നാളും പിണറായിയുടെ മുന്നിൽ കുമ്പിട്ട് നിന്നിരുന്ന ആൾക്കാരൊക്കെ ചാടിക്കയറിയാളെ വിമർശിക്കാനൊക്കെയുള്ള തുടങ്ങി. എന്താണെങ്കിലും CPI മുന്നണി വിട്ടു പോകുമോ എന്നാണ് നമ്മളിപ്പോൾ. അല്ല, ഈ പിണറായി വീണ് കിടക്കുകയാണല്ലോ, ഇനി ആർക്കും പ്രത്യേകിച്ച് അല്ല, ഇദ്ദേഹം തന്നെ ഇതിന്റെ തലപ്പത്ത് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും അയാളായിട്ട് ഒഴിഞ്ഞു പോകത്തില്ല, പിണറായി വിജയനായിട്ട് ഒഴിഞ്ഞു പോലും. ഇനി ED കേസ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പിണറായി ഒഴിഞ്ഞു കൊടുത്തേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷികളുടെ ആവശ്യപ്പെടുന്ന ധൈര്യമുള്ളായിരുന്നു. ഈ വേന എങ്ങനെ ഒഴിച്ചു വിടാന്നുള്ള ചിന്തയാണ് എല്ലാവരും. പക്ഷേ ഒഴിഞ്ഞു പോകില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒഴിയാ ബാധയായിട്ട് അവിടെ ഇരിക്കുകയല്ലേ. അതാണിപ്പോൾ സംഭവം. എന്താണെങ്കിലും CPIക്ക് നട്ടല് മുളച്ചതിൽ വളരെ അതിയായ സന്തോഷം അറിയിക്കുന്നു.